അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഒരു യാത്ര പോവുകയാണ്. നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ന്യൂമാഹിയിൽ നിന്ന് യാത്ര തുടങ്ങി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അവിടുന്ന് അവനും അവൻ്റെ അളിയനും, അതായത് പെങ്ങളെ ഭർത്താവും പെങ്ങളൊക്കെയാണ് ഉണ്ടായത്. നമ്മൾ 3 വണ്ടിയാണ്, 2 ബുള്ളറ്റും ഒരു ആക്സസ് ആണുള്ളത്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ഒരു 5:30 മണിയായിക്കൊണ്ട്, പുലർച്ചെ 5:30 മണിയായിക്കൊണ്ട് നമ്മൾ യാത്ര തുടങ്ങി. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക, എന്നെ അറിയുന്നവർക്കും ഈ നാട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലാവും. നമ്മളിപ്പോൾ പോകുന്നത് ചൊക്ലി വഴിയാണ് പോകുന്നത്. ചൊക്ലി, മേക്കുന്ന്, പെരിങ്ങത്തൂര്, പിന്നെ നേരെ കുറ്റ്യാടി പിടിച്ച് കുറ്റ്യാടിന്ന് കുറ്റ്യാടി ചുരം കയറി മാനന്തവാടി, അങ്ങനെ ഉള്ള റൂട്ടാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിക്കണം. അപ്പോൾ പെട്രോൾ അടിക്കാൻ ഫുൾ ടാങ്ക് അടിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ചിലപ്പോ എൻ്റെ ഈ ബുള്ളറ്റ് ഉപയോഗിച്ച് ചിലപ്പം അവസാനത്തെ ഒരു യാത്രയായിരിക്കും ഇത്. ഇനി ഈ ബുള്ളറ്റ് എൻ്റെ കയ്യിലുണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അതൊക്കെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് എൻ്റെ പേഴ്സണലായിട്ട് കാര്യങ്ങളാണ്. എന്നാലും ഇനി ഈ ബുള്ളറ്റ് എൻ്റെ കയ്യിലുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ഒരുപാട് യാത്രകളൊക്കെ പോകണം എന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നോക്കാം, നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ യാത്രയിലുള്ള കാഴ്ചകളും മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എൻ്റെ വൈഫാണ് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ വൈഫുണ്ട്, എൻ്റെ ഫാമിലി ആയിട്ടുള്ള ട്രിപ്പാണ്. അപ്പോൾ വൈഫാണ്, അവള് എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഷൂട്ട് ചെയ്തത്. കാരണം നിങ്ങൾക്കറിയാം, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനേ അത് ശീലമുള്ള കാര്യങ്ങളാണ്. അവർക്കൊക്കെ അത് ശീലമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മോശം ഇല്ലാതെ, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഈ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഞാൻ എന്തായാലും കൂടുതൽ വോയിസ്, അതായത് വീഡിയോ എടുക്കുന്ന നേരം ഓൺ വോയിസ് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ആ ഒരു സാഹചര്യത്തിലല്ല, പെട്ടെന്നുള്ളൊരു ട്രിപ്പായിരുന്നു. പിന്നെ അതുമാത്രമല്ല, അങ്ങനെ ഒരു സെറ്റപ്പിൽ നമുക്ക് പോകാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത വോയിസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോ കാണാം.
അപ്പൊ ഇതാ ഗൈസ്, നമ്മളിതാ ഇപ്പോ കുറ്റ്യാടി ചുരത്തി. അപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7 മണി 7:30 മണി ആയിട്ടുണ്ടാവും തോന്നുന്നു. 7 മണി ആയിട്ടുണ്ടാവും. ആ സമയത്താണ് കുറ്റ്യാടി ചുരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പോ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ എയർപിന്നാണ്. അപ്പോൾ ഇത് കയറിയിട്ട് എല്ലാവർക്കും അറിയാം, അവിടെ അതുവഴി പോയ ആൾക്കാർക്കൊക്കെ കൂടുതൽ അറിയാം. 9ാം വളവിൽ ഒരു ചായക്കടയുണ്ട്. അവിടെ എന്തായാലും എല്ലാവരും നിർത്തി, വ്യൂ പോയിന്റ് പോലെയാണത്. അവിടെ പോയി ഒന്ന് ചായക്ക് കുടിച്ച് എന്നിട്ട് കുറച്ചേരം അവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും പിന്നെ യാത്ര തുടരുക. അപ്പോൾ അതുപോലെ നമ്മൾ ഒന്ന് ചായ കുടിക്കണം. അപ്പോൾ നമുക്കെന്തായാലും നോക്കാം. ചായ കുടിക്കുന്ന എന്തായാലും ചായ കുടിക്കാൻ ദൃശ്യങ്ങളും ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മളിതാ 9ാം വളവ് അവിടെയുള്ള കാഴ്ചകളാണത്. അവിടെ ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ ഒരു നല്ലൊരു പ്രോജക്റ്റ് കാണുമെന്ന് ഇങ്ങനെ എന്താ പറയുക, നല്ല കുറച്ച് കാഴ്ചകൾ. നല്ല രസമാണ്. കുറച്ച് ടോപ്പിലാണല്ലോ ഉള്ളത്. ഇതാണ് ഈ ഞാൻ പറഞ്ഞ 9ാം വളവ്. കുറച്ച് ഡേഞ്ചർ വളവാണത്, എയർപിന്ന്. പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മളിതാ ഇങ്ങനെ 9ാം വളവിൽ ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇനി കുറച്ച് ഇറക്കമാണ്. അപ്പോൾ ഈ ചുരങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി കുറച്ച് ഇറക്കമാണ്. ഇത് കഴിഞ്ഞ് ഇനി സ്ട്രെയിറ്റ് റോഡ് കുറച്ച് പിടിച്ച് ഏകദേശം മാനന്തവാടി ആ ഭാഗത്തേക്ക് നല്ല റോഡാണ്, നമുക്ക് നോക്കാം. ഏകദേശം തമിഴ്നാട് ബോർഡർ എത്താനായി. അപ്പോൾ അന്നേരം സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന കുറച്ച് കാഴ്ചകളാണ്. നല്ല തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലും തുടർന്ന് ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാസ് എന്നുള്ള സംഭവം അത് ഉണ്ടോ ഇല്ല എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഓൺലൈനിൽ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ പോയിട്ട് ചിലപ്പം ബോർഡറിനും അവർ ചെയ്യുമായിരിക്കും. എന്താണെന്നുള്ളത് നോക്കാം, നമുക്ക് എന്തായാലും നോക്കാം എന്താ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ചെറിയ പണി കിട്ടി. കാരണം നമ്മൾ അവിടെ നിന്ന് ഇ പാസ് എടുക്കേണ്ടി വന്നു. ഇ പാസിന് 30 രൂപയുടെ ഇ പാസിന് നമുക്ക് ഈടാക്കിയത് അവിടെ 330 രൂപയാണ്. അവിടെ എന്താ പറയുക, അവിടെ നിൽക്കുന്ന മലയാളി തന്നെയാണ്, പക്ഷെ അയാളിപ്പോൾ നമ്മൾ പറ്റിക്കുകയായിരുന്നത്. പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മൾ ഒരാളെയും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്, ഒരു വണ്ടിയും കൂടി വരാനുണ്ട്. അപ്പോൾ അവിടുന്ന് അവർ ഇ പാസും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്യാഷ് കുറച്ച് കൂടുതലാണ്. 30 രൂപയുടെ വെറും 3 വണ്ടിക്ക് 30 രൂപയാണ് വേണ്ടത്. അതിനവർ ഈടാക്കിയത് 330 രൂപയാണ്. 300 രൂപ അവരുടെ പോക്കറ്റിലാണ്. അപ്പോൾ എല്ലാവരും കഴിയുന്നതും ഓൺലൈനിൽ തന്നെ ഇ പാസ് എടുത്തിട്ട് വരിക. എന്നാലും അവിടെ 30 രൂപ അടക്കണം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. തമിഴ്നാട്ടിലാണ് ഇപ്പോൾ. അതായത് നമ്മുടെ ബോർഡർ കഴിഞ്ഞ് അവിടെയുള്ള ഒരു ടീ ഫാക്ടറിയാണ്. ടീ ഫാക്ടറിയിൽ നിന്ന് അവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ തേയില വണ്ടിയിൽ കൊണ്ടുവന്ന് ട്രാക്ടറിൽ കൊണ്ടുവന്നിട്ട് ചാക്കിലാക്കി മേലയിലേക്ക് കൊണ്ടുവന്നു. അത് മെഷീനിലാണ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ കയറി പോകും. ഒരു ഭാഗത്ത് കൂടി കയറി പോകുന്നതിനും മറ്റേ ഭാഗത്ത് കൂടി വരുന്ന ഒരു ദൃശ്യമാണ് കണ്ടത്.
Thank you.